ഡൽഹിയിൽ തിങ്കളാഴ്ച വീട്ടുജോലിക്കാരി കടത്തിക്കൊണ്ടുപോയ മലയാളി ബാലനെ കണ്ടെത്തി. 2 വയസ്സുള്ള ജോയലിനെയാണ് ഉത്തർപ്രദേശിലെ ഇറ്റയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ ജോയലിനെ അച്ഛനമ്മമാർക്ക് കൈമാറി. പറഞ്ഞറിയിക്കാനാവാത്ത സംഘർഷങ്ങളാണ് ഡൽഹി മയൂർ വിഹാർ ഫേസ് 3-ലെ താമസക്കാരായ ജോബിനും ആൻസിയും കഴിഞ്ഞ 2 ദിവസം അനുഭവിച്ചത്. ബുധനാഴ്ച അർദ്ധരാത്രി പിന്നിട്ടപ്പോഴാണ് അതിന് അന്ത്യമായത്. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ജോയലിന്റെ മുഖം വീണ്ടും കണ്ടതോടെ ഇരുവർക്കും വാക്കുകൾ മുറിഞ്ഞു. ജോയലിനെയും കഴിഞ്ഞ 1 വർഷമായി ജോബിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഝാർഖണ്ഡ് സ്വദേശിനി സോണിയയും തിങ്കളാഴ്ച രാവിലെയാണ് കാണാതായത്. ബാങ്ക് ജീവനക്കാരനായ ജോബിനും എയിംസിൽ നഴ്സായ ആൻസിയും ജോലിക്ക് പോയതിനു പിന്നാലെ സോണിയ കുട്ടിയുമായി സ്ഥലം വിടുകയായിരുന്നു. കാമുകനായ ഉത്തർപ്രദേശ് സ്വദേശി രാജുവിനൊപ്പമാണ് സോണിയ പോയത്. ഇന്നലെ ഉച്ചയോടെ ഇറ്റാവയിലെ കദംബരിയിലുള്ള രാജുവിന്റെ വീട്ടിൽ നിന്ന് സോണിയയും കുഞ്ഞിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജുവിനെ കണ്ടെത്താനായില്ല. കുട്ടിയെ കൊണ്ടുപോയതിന്റെ ഉദ്ദേശവും വ്യക്തമായിട്ടില്ല. എങ്കിലും ജോയലിനെ തിരികെ കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് പാലാ സ്വദേശികളായ ജോബിനും ആൻസിയും. ഇപ്പം കാണുന്ന ഇത്രയും ആൾക്കാർ ഞങ്ങൾ കാണുന്നുണ്ട്. ഇതിനേക്കാളും ഒത്തിരി ആൾക്കാർ എന്തോരം ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും ഒത്തിരി നന്ദി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിരോധ മന്ത്രി AK ആന്റണിയും MP-മാരും ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലാണ് ജോയലിനെ കണ്ടെത്തുന്നതിന് തുണയായത്. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ